ബുക്ക് ചെയ്ത് രാജിയേക്കാം. നിന്റെ മോളെ നേരെ നോക്കണം കേട്ടില്ല. കണ്ണാപ്പി ഇതാറാ ഫ്രണ്ടാണാ സൂര്യ ഈ ബൈക്ക് കൊണ്ട് തോട്ടി കയറി. തന്തയുടെ പ്രായം എനിക്ക് തന്തയുടെ പ്രായം. കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. ജോണിയാമെന്തിരി പറയുമ്പോ ഈ ആർമി ഡ്രസ്സൊക്കെ ഇട്ട് എവിടെ പോണ്? ഞാൻ പണ്ട് മിലിറ്ററിയിലായിരുന്നല്ലോ, അപ്പൊ പഴയ ഡ്രസ്സൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ടാണോ? എന്തേലും മിലിറ്ററി ആയിരുന്നപ്പോഴത്തേക്ക് എന്തേലും ഓർമ്മകൾ എന്തേലും അയവറക്കാൻ വരുന്നുണ്ടോ? ഞാൻ കണ്ടുറന്നപ്പോ കൊറേ വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടേ. അത് കാർലോടെ റൂമിൽ നിന്ന് കേട്ടായിരിക്കും. പറയട്ടെ എന്താണ് ചന്ദ്ര പരിപാടി? ജോണിയമ്മ പറ. എന്തോ പറയാ. മറ്റേ കാർഗിൽ 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 ജോണിയമ്മ കാർഗിൽ യുദ്ധത്തിലുണ്ടാ? കാർഗിൽ ഞാൻ ഡ്രസ് മാറിപ്പോ എനിക്ക് ജോണിയമ്മ പൊന്റെ യന്ത്രം ഞാൻ ഇതിന്റെ തപ്പിപ്പിടിച്ചിട്ട് എനിക്ക് ചെയ്യുന്നത് ഒന്നും കണ്ടില്ല. ഇനി പിന്നെ ആകെ ഉള്ളത് മറ്റേ കറുത്ത മുണ്ടും മറ്റേ നിങ്ങളെ കോമ്പോ എന്ത് എവിടെ? മറ്റേ നിങ്ങളെ പകുതി അത് ഇന്ന് വന്നില്ല. ഇന്ന് ആ ഗ്യാങ് ഹൗസിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാതിരാത്രി 1:30 കണ്ട മറ്റേ പറഞ്ഞിട്ടുണ്ട്. ഗ്യാങ് ഹൗസിനകത്തുണ്ട് ആള്. ഗ്യാങ് ഹൗസിലുണ്ട്. വിഷമമാണ് ഈ ടെൻഷൻ. ഈ വോട്ടിംഗ് പ്രമാണിച്ചേ പ്രചാരണത്തിന് പോയി ആളങ്ങ് ഇതായി. വോട്ട് കുറവ് കിട്ടും, ചിലപ്പോ തോക്കുമെന്നൊക്കെ ഉള്ള ഒരു പേടി. തെറ്റില് 500 പേരിലുള്ളൂ. ഞാൻ പറഞ്ഞ ഈ വോട്ട് പുറത്ത് വോട്ടുള്ള സെറ്റപ്പ് അങ്ങ് ഉണ്ടാക്കുന്നേ. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് ഇവിടെ. സ്ത്രീകൾ വോട്ട് കുത്തി രണ്ടാട്ടാവോ? അപ്പാപ്പൻ പറഞ്ഞ പുള്ളിയാണ് ഇതൊക്കെ പറഞ്ഞത്. ആര്? നമ്മളാ? എന്ത് മുൻഗണന? സ്ത്രീകൾക്കൊരു സ്പെഷ്യൽ സ്ഥാനം ഉണ്ട്. ഇക്വാലിറ്റി ആണ്. അവന്മാര് സ്പാം ചെയ്താ എടുത്ത് നിങ്ങളെ സ്പാം ഇവിടെ പറ്റൂല. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത്. ചാറ്റ് റൂൾസിന് അഗേൻസ്റ്റ് ആണ്. ഡോണ്ട് സ്പാം. നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ നമ്മുടെ ചാറ്റിൽ സ്ഥിരം വരുന്നവർക്ക് അറിയാതെ. നിങ്ങൾ ഒരു പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും നിങ്ങൾ സ്പാം ചെയ്യുന്നോണ്ടാ ചെയ്യണേ. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം പറയും. ഡബ്ല്യു വണ്ടി ഒന്നുമില്ല നടത്ത്. 23 സ്ത്രീകളുണ്ട്. നമ്മൾ ഡെയ്സി ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. ചന്ദ്രൻ എന്താണ് ഡെയ്സിയെ പറ്റി അഭിപ്രായം? ബുക്ക് ചെയ്ത് രാജിയേക്കാം. മതിയോ? മേയർ അല്ല ഇതിപ്പോ എന്നാണ് മേയർ ഇലക്ഷൻ വെക്കുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും അതിനെ പറ്റി എന്തെങ്കിലും ഒരു മാസത്തിൽ വരും. ജൂൺ ഒരു പകുതി അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക് നോക്കാം എന്തായാലും. ചന്ദ്രൻ ബിപിയുടെ ആളല്ലേ? അപ്പൊ ഇത് ജോണിയമ്മ തോക്കണ്ട നിന്റെ മോളെ നേരെ നോക്കണം കേട്ടില്ല. പിന്നെ ചന്ദ്രന്റെ മോളെ എന്തായാലും പറഞ്ഞ ശരിയായിട്ടുണ്ട്. ഇല്ല എന്തായാലും അവരെ കൊണ്ട് ആണ ഇടിപ്പിച്ച് നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആണ ഇടിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ മോള് വന്നില്ല. അവളൊത്തം ചെയ്ത് ചിന്നുമോളായ ഞാൻ ഇനി സൂര്യ ബോസിനെ. എന്റെ മോളെ മീനൂട്ടി. ഇത് വേറെ മീനൂട്ടിയൊക്കെ ഡീസന്റ്. അപ്പൊ മീനുമോളല്ലേ പറയണ? അതാരാണ് തോന്നിക്കുന്നത്? നിനക്ക് എത്ര ഉണ്ടാ? എനിക്കൊന്നേ ചന്ദ്ര. അത് തോന്നിക്കാണോ? ചന്ദ്രൻ ഏറ്റെടുക്ക ചന്ദ്ര. അതാകുമ്പോ ഞാൻ ഉണ്ടെന്ന് ദൈവത്തെ. ഇത് ആര്? 40 പെമ്പിള്ളേരെ ചേട്ടൻ. 40 പെമ്പിള്ളേർക്ക് ഒരേ ബ്രദർ. ഞാനൊരു കാര്യം പെട്ടരായ ഈ സിറ്റിയില് 40 പെമ്പിള്ളേർക്ക് ഒരേ ബ്രദറായിട്ട് നീയേ ഉള്ളൂ. നിനക്കൊരു മോളെ കൂടി അഫോർഡ് ചെയ്യിപ്പോ പറ്റൂല. നീ ഇപ്പൊ നോക്കണ്ട. വേണ്ട അതിന്റെ ഒരു ആവശ്യമില്ല. കണ്ണാപ്പി ഇതാറാ ഫ്രണ്ടാണാ? അതാണ് ഫ്രണ്ടല്ലേ?
സൂര്യ ഈ ബൈക്ക് കൊണ്ട് തോട്ടി കയറി. ധനലക്ഷ്മി എവിടെ നിൽക്കട്ടെ? അതിനിപ്പോ എന്താ? എനിക്കെന്താ പ്രശ്നം? നീ അപ്പൊ അവളെ ചതിച്ചല്ലേ? പിന്നെ എനിക്ക് ചതിക്കാൻ അതിന് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞോ? എന്റെ തലയിലെടുത്ത് വെക്കല്ലേ എന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുക. നിങ്ങളുടെയൊക്കെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? എന്താ കയ്യിലെന്തോന്ന്? 2 ടാറ്റു ആണോ? ഏത് ഇത് കയ്യിൽ ടാറ്റു അടിച്ചാ മതി. കയ്യില് മറ്റേ സൺ പ്രൊട്ടക്ഷൻ മറ്റേ സാധനം കയ്യിലിടുന്ന ഓറ. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം 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 കൊള്ളാം. തമിഴൊക്കെ പഠിക്കണമെന്നാണ് ചിലപ്പോ അറിഞ്ഞത്. നീകനെ കണ്ടെങ്കിൽ ചിലപ്പോ ഇഷ്ടം അവർക്ക് ഈ പച്ചമുടി ഉണ്ടപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീക്കം വരുമ്പോ അവന്റെ തലയടിച്ചു കൊടുക്കും. ഇങ്ങനത്തെ സാധനങ്ങൾക്ക് അവന്റെ തലയിലടിച്ചു കൊടുക്ക്. കൊള്ളാടാ. എന്തിനാണ് ഇതൊക്കെ എന്റെ തലയിലടിച്ചു? സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ അവൾക്ക് എടാ നിന്റെ നീ എന്താ ഇങ്ങനെ നിനക്ക് ലോറാപ്പില്ലേ? ലോറ ചന്ദ്രനെ കാണല്ലോ. ചന്ദ്രനെ അവളെ കാണുന്നു. ചന്ദ്രൻ വേണ്ടിട്ടോ? നീ ആർക്ക് വേണ്ടി നീ കളയണ്ട ഇവിടെ. നീ നമ്മളോട് വന്നിട്ട് നമുക്ക് വേണ്ടിയാ. എന്നാ ഒരു കാര്യം ചെയ്യും, ഒന്നൊരു കാര്യം ചെയ്തു ഒന്നിപ്പിച്ച ഇത്രയൊക്കെ ഉണ്ടാക്കി ഡയലോഗ് അടിച്ചിട്ട് ഒന്നിപ്പിച്ച ഇവിടെ ഒന്നിപ്പിക്കാനാ? ഞാണെങ്കിൽ ഒന്നിച്ചാ മതി, ഒരു നിർബന്ധമില്ല എനിക്ക്, ഒരു നിർബന്ധമില്ല. ബാലം വിളക്കാൻ നോക്കണ്ട, ഇഷ്ടപ്പെടാ കണ്ട ഓടിപ്പോണ്, ഓടിച്ചില്ലണ കേട്ടാ. എന്തൊക്കെ അപരാധങ്ങളാണ് ഞാൻ കാണുന്നത്. ആ നീലിന്റെ വല്ലതും നീ കാണുന്നുണ്ടോ അളിയാ? ഞാൻ ഒന്നും കാണുന്നില്ലല്ലേ സത്യം പറയാ. അളിയാ സാബ് ഗുരു എന്ന് പറഞ്ഞ അങ്ങേര് സിറ്റിയിൽ വരാറുണ്ടാ? സാബ് ഗുരു സിറ്റി വരാറുണ്ടാ? ഇല്ലളിയാ, അങ്ങേര് വന്നിട്ടുള്ള കുറച്ച് പൈസ വന്നിട്ട് കുറച്ച് ഫണ്ട് മേടിക്കണ്ടല്ലോ. അത് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്, അത് കൊച്ചു പിള്ളേർക്ക് പറയാനൊന്നും പറ്റത്തില്ല, എല്ലാം അറിയണം. സിസ്റ്റർ 5 എന്തൊക്കെ പറയുന്നു. എന്തിനാളിയാ പറഞ്ഞേ? എന്തൊക്കെ അളിയ നിന്നെ പാര വെച്ച പെണ്ണാണ്. അടുത്ത ഞാൻ പറഞ്ഞ എന്തിനാ നീ എന്നെ വിളിക്കുന്നേ? എന്തിനാ നീ എന്നെ വിളിക്കുന്നേ? നീ പോയിട്ട് നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളി. നിന്റെ ബോയ് ഫ്രണ്ട് പറയുവാണേ അതല്ലേ വിളിച്ചോണ്ടിരിക്കണേന്ന്. നീ വിളിച്ചിട്ട് സ്പീക്കർ ഇട്. എന്റെ ചെറുക്കനെ ചതിക്കാനല്ലേ നീ വീണ്ടും ട്രാപ്പ് ആക്കണമെന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ അലീനയുടെ അടുത്ത് നൈസായിട്ട് ചോദിച്ചേ, അതെ പണ്ടത്തെ ആൾക്കാര് ഒരാൾക്ക് രണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു വെട്ടി അടുപ്പിലിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞു. ഇറച്ചിക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും, നല്ല ചവഞ്ഞ ഇറച്ചി. ഈ കുരുബ സ്പൈ ആണ് ഇത്, ഇതുപോലുള്ളതുകൊണ്ട് അറിയാൻ പോലും പറ്റത്തില്ല അടുത്ത് നിന്ന്. എല്ലാരും തല്ലാറുണ്ടാ? ആര് തല്ലി നിന്നെ ഇപ്പം? ആ ആ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര കാര്യമാണ് ചിറ്റിക്കുട്ടിയുടെ അടുത്ത്. ആ ഇഷ്ടമുണ്ട്. ഐ ലവ് യു. ഐ ലവ് യു. എന്താ എന്താ പറഞ്ഞത്? ഇങ്ങനത്തെ കുരിപ്പിനെയൊക്കെ ഉണ്ടല്ലോ, ഇതാണ് പ്രശ്നം. അതെ ഞാൻ കാര്യം പറ്റേ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എടി ഇത്തുപോലുള്ള ഇത്തിക്കണ്ണി നിന്റെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞത്? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നീ പ്രേമോട്ട് വരുന്നോടി കുരുട്ടെ. പിന്നെ ആ മാമല്ല എന്റെ തന്തയുടെ പ്രായം, എനിക്ക് തന്തയുടെ പ്രായം. എന്താ എന്താ വിളിക്കേണ്ടെന്നാ? ഡാഡി. ആ ചന്ദ്രനെ വിളിച്ചോ. ആ ചന്ദ്രനെ വിളിച്ചോ. എടാ ചന്ദ്രനാ ചന്ദ്രൻ പോലടി കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴേ ഇയാൾ തലേ കയറോടി അവള്. മാമനൊന്നും വേണ്ട ചന്ദ്രന്ന് വിളിച്ചോ. ചന്ദ്രന്ന് ഞാനടി എവിടത്തെ ഇഷ്ടം കൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോഴേ ഇവള് പറയുവാണ് ഈ കുരുട്ട് എനിക്ക്. ഞാൻ പറഞ്ഞ ഐ ലവ് യു എന്ന്.
എടി അത് ഐ ലവ് യു ഇഷ്ടം. എടി അങ്ങനെ പറഞ്ഞില്ല. എടി അതല്ല ഞാൻ പറഞ്ഞേ, അവൾ ആർക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ചിന്നിക്കുട്ടിയെ ഐ ലവ് യു ചിന്നിക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയൂ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. പിന്നല്ലാണ്ട് അവൻ എന്തിനു പറയണം? എടി നിന്നെയൊക്കെ പഠിപ്പിച്ച സ്കൂളുണ്ടല്ലോ, നീ വട്ടപ്പാറ എൽ പി സ്കൂളിൽ പഠിച്ചവർക്ക്, ഈ വട്ടപ്പാറ സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഇത്ര വിവരം ഞാൻ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ വട്ടപ്പാറ വട്ടപ്പാറ എൽ പി സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ എന്താ ആ ഊര് ഇവിടെ നേരെ നാടാ. പിന്നെ എന്താ കേട്ടില്ല. കന്നിമാസം വരെ കന്നിമാസോ എന്താ പറഞ്ഞ? മെയ് മാസം എന്നാ? ആ അതാണ് അതെ നമ്മുടെ സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ് പറ മോളെ. മക്കളെ പറ. ആ നല്ല പേര്, അതുകൊണ്ടല്ലേ നല്ല പേര്, അതുകൊണ്ടല്ലേ എല്ലാരും ചന്ദ്ര വിളിക്കുന്നേ. ആ എന്താ പേടിച്ചേ ഒരു മിനിറ്റ് കൈ പൊക്കട്ടെ, പേടിച്ച് കൈ പൊക്കട്ടെ. കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. അയ്യോ ഗ്യാങ്ങിന്റെ ലീഡർ കൈപൊക്കി നിന്നു അറിയോ? ആരാ? കാർലോ. എന്നാ സ്നേഹം ഇருக்கு അലീനാന്ന് വെച്ചാ എനിക്ക് ഉയർ யாரோ பெண்ணு பிள்ளையும் சுத்த மாட்டேன். കൊല്ലണ്ട 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 കൊച്ചേ ഒരെണ്ണം മതി ഒരെണ്ണം മതി ഒരെണ്ണം മതി നട്ടലൊടിഞ്ഞല്ല അത് മതി. അതെ ഈ കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുകയാണ് ഈ ഡ്രസ്സിന്റെ ഈ ഇതെന്താ ഇത് ഇതെന്താ ഇത് നമ്മൾ കാണുന്നത്? ഏത്? അതൊക്കെ നമ്മള് ഗാങ്സ്റ്റേഴ്സ് ആകുമ്പോ അങ്ങനെ തന്നെ. രായന്റെ കണ്ട രായ കാണിച്ചോറാ കണ്ടാ കൂടുതൽ പറയണ്ട. സംസാരമൊക്കെ ഇട്ട് വായടഞ്ഞു പോയതാ എന്റെ. എന്താ ചന്ദ്രൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല ഒന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചേ എന്താ പരിപാടി എന്താ? ഇങ്ങനെ ബോറടിച്ചിരിക്കുവല്ലായിരുന്നു ചന്ദ്രൻ. അപ്പോഴാണ് ഈ സാറേനെ കണ്ടത്. പിന്നെ ബോറടിയൊക്കെ മാറി അല്ലേ സാറാ? എടാ നിന്റെ ഈ കണ്ണാപ്പി രസം എന്താ? കണ്ണാപ്പി രസം എന്താ? കണ്ണാപ്പി രസം എന്തോ? അതാ സാറാ മേരി കുര്യൻ എന്നാ കേരളത്തിൽ ആമ്പിള്ളേർ അറിയില്ല. റിജക്ഷൻ ടോട്ടൽ റിജക്ഷൻ ടോട്ടൽ റിജക്ഷൻ. അപ്പോ അളിയാ ആ ഇല്ലാത്ത മുഖം ഊരി വീണ അവിടെ. പ്ലീസ് 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 എനിക്കെന്താ എനിക്കിങ്ങനെ അറപ്പ് വരുന്നു നിന്റെ അടുത്ത് സംസാരിക്കാൻ. അയ്യേ അഴുകിയ ആര് മോത്താണ്. ബ്രദർ ഇവന്റെ വിചാര ഇവായിരുന്നു റോമി അവന്റെ വിചാരായ നേരെ പെണ്ണെടുത്ത് പറയുന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന്. ഹലോ ഹൃത്തിക് റോഷൻ.
ഹലോ ഓ പറ സന്തോഷ് പണ്ഡിറ്റ് പറ. ഹലോ ഹൃത്തിക് റോഷൻ ഞാൻ ഇടപെട്ടെ സന്തോഷ് പണ്ഡിറ്റിന്റെ മോൻ വെച്ചിട്ട് ആ പെണ്ണെടുത്ത് കൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ എത്ര ധൈര്യം ഇറങ്ങി നിനക്ക് എത്ര ധൈര്യം ഇറങ്ങി അല്ല നീ എന്താ വിചാരിക്കണം നീ പോയിട്ട് പെണ്ണെടുത്ത് പോയിട്ട് ഇഷ്ടം പറയുമ്പോഴത്തേക്ക് അവൾ അപ്പൊ തന്നെ എസ് പറയുന്നു നീ ആര് ഹൃത്തിക് റോഷനാണ് നീ ആരാ ഹൃത്തിക് റോഷനാ അളിഞ്ഞ പട്ടി അളിഞ്ഞവനെ അളിഞ്ഞവനെ ഹൃത്തിക് റോഷന്റെ വിചാരം പോയിട്ട് പെണ്ണെടുത്ത് ഇഷ്ടം എന്ന് പറയുമ്പോ തന്നെ അപ്പൊ തന്നെ സെറ്റ് ആവുന്നുണ്ട് വിചാരം സമ്മതിച്ചില്ലേ? സമ്മതിപ്പിക്കില്ല എന്ത് സമ്മതിപ്പിക്കണം ചന്ദ്രൻ ഞെട്ടിയാണ് അവിടെ. ഹലോ ആ ആ ചന്ദ്രല്ലേ ആ ചന്ദ്രു ആ എന്നെ മനസ്സിലായോ? ഇത് എന്താ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കണേ ഏത് നമ്പർ? ആര്? ഇതാരാ ഇത് ഞാൻ പാച്ച വില്ലുമോന്റെ. പാച്ചു പറ ഇതേ സെയിം സൗണ്ട് ഉള്ള ഒരാളെ എനിക്ക് അറിയാം അതെന്താ അതൊക്കെ ഇങ്ങനെ കള്ളന്മാരാ ചന്ദ്രൻ. രസമുള്ള എത്ര പേരുണ്ട്. സത്യം പറ പാച്ചു എന്ത് പറ്റി എന്ത് വിളിച്ചേ? ചന്ദ്രൻ എന്നെ വില്ലുമോ ഇന്റർവ്യൂവിന് വിടുന്നില്ല. പറയോ വിടാൻ? ഓ പിന്നെന്ത് പറയാല്ലേ വില്ലുമോ ഇവിടെ ഉണ്ട്. വില്ലുമോ നിങ്ങളുടെ ഗ്യാങ് ഹൗസിലുണ്ട്. ഞാൻ പറയാം ഇപ്പൊ തന്നെ എന്നെ ഇന്റർവ്യൂവിന് വിടാൻ പറയണേ ഒറ്റയ്ക്ക്. പറയാം ഇപ്പൊ പറയാം. എടാ അതെ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. വില്ലുമോന്റെ വില്ലുമോനെ വില്ലുമോനെ അലീന ഇങ്ങോട്ടൊന്ന് അലീന ഇങ്ങോട്ടൊന്ന്. അലീനെ വിളിച്ചത് അലീനെ വിളിച്ച് സംസാരിച്ചിട്ട് പോരാത്. അലീനെ വിളിച്ചോ അലീന കേട്ടോ. അതെ ഈ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. ഈ വില്ലുമോൻ ആളെ എന്തോ ഇന്റർവ്യൂ എന്തോ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കർക്കശമായിട്ട് നിക്കുവാന്ന് വില്ലുമോൻ. അപ്പൊ ഞാൻ സംസാരിക്കുമെന്ന് വെച്ചു വില്ലുമോട്. സംസാരിക്കണോ? എന്താ വലിയക്ക് തോന്നുന്നേ? അല്ല ഞാൻ പറയുമ്പോ മാറ്റണോ മീൻസ് ഞാൻ ഒരു ചേട്ടനാണല്ലോ. അപ്പൊ ഞാൻ പറയുമ്പോ ചിലപ്പോ കുറച്ച് കാര്യം എടുത്താലോ. വില്ലുമോനെ എവിടെ ഉണ്ട്? എടാ ഇങ്ങോട്ട് വരുവോ? മാർക്കിയ വാസം 2.0 പോണു. വില്ലുമോനെ ഹലോ എടാ പാച്ചൂസ് വിളിച്ചിട്ടേ. എവിടെയാ കണ്ടൂടാ? എടാ പാച്ചൂസിനെ എന്തേലും ഇന്റർവ്യൂ എന്തേലും എനിക്കറിഞ്ഞൂടാ. ആണോ? അപ്പൊ നീ എന്തോ ഇന്റർവ്യൂവിന് പോട്ടാന്ന് വെച്ചപ്പോ ഞാൻ അവിടെ നിക്കായിരുന്നു. അവിടെ നിക്കണ ഇവള് നീലിനൊക്കെ വിളിച്ച് ഇവനൊന്ന് മാറ്റുവോ, ഇവനൊന്നും ഇവിടെ കൊണ്ടുപോകാൻ പറയേണ്ട ആവശ്യം എന്താ? എന്തിനാണ്? നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ നിന്നെ മാറ്റുവന്നോ? അവൾക്ക് എവിടേക്ക് പോണം. അപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പറയേണ്ട ആവശ്യം ഇത് ഞാൻ കേട്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നുള്ള അടുത്ത് ഞാൻ എന്താ പറയണ്ട? ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പോകണ്ടെന്ന് പറഞ്ഞു. നല്ല അല്ല അല്ല ചന്ദ്രു ചേച്ചി ഇവൾക്ക് എന്റെ അടുത്ത് ആദ്യമേ പറയാറുന്നല്ലോ ഇന്റർവ്യൂ ഉണ്ട്. എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നപ്പോ ഞാനും പറഞ്ഞു. അവരുടെ മൈൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമല്ലോ. എന്ത് പറയണ്ട അവര് പെണ്ണില്ല കണ്ണാപ്പിന് അങ്ങനെ ഇവിടെ കുത്തി നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. ആരെ ഫ്രണ്ടിൽ വെച്ച് കണ്ണാപ്പിക്ക് പെണ്ണില്ല എന്നുള്ളത് ഉള്ളതാണ്. അവന് ഫ്യൂച്ചറിൽ നല്ലൊരു പെണ്ണെ കിട്ടും. അപ്പൊ അവനിവിടെ കൊച്ചു കുത്തി നോക്കിയാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോ സമ്മതിക്കൂല.
എന്നാ ചന്ദ്രനെ കണ്ണാപ്പി അല്ല മനസ്സിലാണോ എനിക്കിതില്ല ഇപ്പൊ അലീനെ ഇപ്പൊ വന്നിട്ട് പറയുന്നത് അലീനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് ചോദിക്കാം ചന്ദ്രന്റെ അടുത്ത് പറയാണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല എന്ത് ഇന്റർവ്യൂ പറയട്ടെടാ ഒന്ന്. ഇത് സെയിം എന്തിന്റെ സാധനം തന്നെ ഈ സെയിം സാധനം തന്നെ എന്ന് വെച്ചാൽ അലീനെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ രായണിനെ എന്റെ വിളിച്ചത് ചന്ദ്രൻ ഇവിടെ നിന്ന് മാറ്റി എനിക്കൊരു വേറെ സ്ഥലത്ത് പോണം. ഓ അങ്ങനെ അല്ല ഞാൻ ചോദിക്കണ വില്ലുമോനെ ഇത് നമുക്കറിയാത്ത ഒരു കാര്യം അവർക്ക് ഉണ്ടെന്നല്ലേ. എന്ത് ഇന്റർവ്യൂ എനിക്കറിഞ്ഞു അവൾക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞതാ പള്ളികൾ പാട്ട് പാടാൻ പോകുന്നു. കുമ്പസരിക്കാൻ പോയെ വില്ലുമോനെ നല്ല പള്ളിയില് ദൈവഭയമുള്ള ഒരു കുട്ടീനെ കിട്ടിയില്ലേ? ദൈവഭയമുള്ള കുട്ടീനെ കിട്ടിയില്ലേന്ന്? ഇല്ല എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഞാൻ പണ്ടത്തെ മാതിരി ഞാൻ അടിഞ്ഞാട്ടം നടക്കാൻ പോവാ. ഞാൻ പണ്ട് ലെഫ്റ്റ് റൈറ്റിൽ ഞാൻ എത്ര പേസ് ഞാൻ അങ്ങനെ നടക്കാൻ പോവാ. ആനയില്ല നിന്റെ അച്ഛനെ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ. നിന്റെ ജോർജ് കുട്ടിയില്ല ജോസ് അവനെ ഒരു സാധനം വെച്ച് അവനെ നടന്നു. വില്ലു പാച്ചൂസ് ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടോ? പള്ളിയില് സിസ്റ്ററായിട്ട് വല്ലതും പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടക്കണ്ടേ എനിക്കറിയത്തൊന്നുമില്ല. പള്ളിയില് ആരാ? മദറല്ലേ പള്ളിയില് മദറല്ലേ ഉള്ളേ? ഒന്നായിരിക്കും. എന്തായാലും അത് ഓക്കെ മനസ്സിലായി. നിന്റെ കാര്യം മനസ്സിലായി. നോക്കാം. എടാ എന്താണേലും നീ ആ തീരുമാനം എടുക്കണ്ട. നീ വേറെ ആരോടത്തും ചോദിച്ചിട്ടല്ലേ എടുക്കണ്ടത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനം എടുക്കും. അത്രേ ഉള്ളൂ. നീ എന്തിനാ മൂട്ടിട്ട് കൊടുക്കണം? അവര് തീരുമാനം എടുത്തോളും. നീ അങ്ങ് അധികം അത് അവർ തീരുമാനം എടുക്കട്ടെ. അതല്ലേ ഞാനും പറഞ്ഞല്ലോ. അങ്ങനെന്താ ചന്ദ്രന് ഈ കൂട്ടത്തിന്റെ അടുത്ത് എന്തോ ഒരു കൂട്ടം സിസ്റ്റർമാരൊക്കെ മുമ്പിച്ചെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലേ? എന്താ അത് പറയാനാണെങ്കിൽ വലിയ കൊറേ എടാ അതെ ഞാനേ എന്റെ അരിയിൽ എപ്പോഴും തോക്കുണ്ടാവും. മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ആർക്കും ചുമ്മാ കൊണ്ട് ഈ പറ്റിക്കാതെ പറ്റില്ല. രായര് എന്നെയും തട്ടിക്കൊണ്ട് പോയതാ. നമ്മൾ അപ്പൊ തന്നെ കണ്ണെടുത്ത് അപ്പൊ തന്നെ കത്തി ഊരി വീശിയില്ലേ നമ്മള്. ഞാൻ കേട്ടത് ചന്ദ്രനെ കൊണ്ടുപോയി പാട്ടൊക്കെ പാടിപ്പിച്ച് എന്തൊക്കെയാ പറഞ്ഞിപ്പിച്ച് അപ്പൊ തന്നെ നമ്മള് ഊരി വീശിയില്ലേ. എന്റെ കഴുത്തിലാണ് കത്തി വെച്ച. അപ്പം എന്റെ കഴുത്തില് കത്തി വെച്ചപ്പോ ചന്ദ്രനെ ചെയ്യേണ്ടി വന്ന അവൻ എന്റെ ഒത്ത സുഹൃത്തല്ലടാ. എന്ത് ചെയ്ത് എന്റെ കഴുത്തില് കത്തി വെച്ച് അത്രേ ഉള്ളൂ. ഹലോ പാച്ചൂസേ, എനിക്ക് അധികം അവനടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അവന് എന്തോ കുറച്ച് വിഷമമായിട്ടുള്ള എന്തോ കാര്യം ഉണ്ടായെന്നാ പറയുന്നേ. ഇന്റർവ്യൂ അത് മനസ്സിലായി. പക്ഷെ എന്തോ അവന് നീലൊക്കെ നിന്നപ്പോഴത്തേക്ക് എന്തോ പാച്ചൂസ് എന്തോ അവൻ്റെ അടുത്ത് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയെന്നോ അവനത് ഇഷ്ടപ്പെട്ടില്ലെന്നോ. അപ്പൊ അതുകൊണ്ട് അവനങ്ങ് ചന്ദ്ര അത് പിന്നെ എന്നോട് ജോലിക്ക് പോലെന്ന് പറഞ്ഞപ്പോ അതവന് വിഷമാവൂന്ന് വെച്ചിട്ടാ ഞാൻ കിട്ടിക്കഴിഞ്ഞ് പറയാൻ വെച്ചോണ്ടിരുന്നേ. സമ്മതിച്ചില്ല. പറഞ്ഞു എന്തിന്റർവ്യൂ? ഒരു പാട്ട് ടീച്ചറായിട്ടാ? പാട്ട് പാടോ? ചെറുതായിട്ട് ഒന്ന് പാടി നോക്കട്ടെ. അവന്റെ പള്ളിയിലൊക്കെ കോറസ് പാടാൻ വേണ്ടി അങ്ങനെ ഓ കോറസാ. ഓക്കെ ഓക്കെ. ഹലോ ചന്ദ്രു, വലിയ പറഞ്ഞത് പറയാൻ ആരാ വിളിക്കുന്നത്? ആ കുട്ടിയാ നിന്റെ പാച്ചൂസ്. ഒന്ന് വിളിച്ചേ. അല്ല എന്നെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്തായെന്ന് നോക്കിയാ വിളിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാൻ എന്താ 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 മിണ്ടല്ലേ ഞാൻ കടിക്ക് ദർശനൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് എല്ലാരും കൂടി ഞാൻ ഹലോ എന്റെ ഫോണിന്റെ ചാർജ് ഞാൻ വേറെ ഫോണിൽ നിന്ന് വിളിച്ചേ. നീ ഇപ്പൊ എവിടെ?
ഞാന് TDM. കീടത്തിന്റെ അവിടെ ഉള്ള ആര് ഇരിക്കുന്നിന്റെ അല്ല ഗൺ പവർ ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്തിന് എന്നെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ സെൽഫ് ഡിഫെൻസിന്. നീ മുതുക്കുന്നോ? മുതുക്കൊന്നില്ല. ഇപ്പൊ മുതുക്ക് വരാൻ ഇപ്പൊ വരണം 65. ഇന്റർവ്യൂ പോണ്ട. എന്തിന് ഇന്റർവ്യൂവിന് പോണ്ട. ആ ദർശന. ഓ ദർശനെ കാണാണ്ട് ഞാൻ എങ്ങനെ അയ്യോ നീ മുതുക്ക ആ ഇപ്പൊ കണ്ടു വിട്ടൂടെ പെണ്ണിനൊക്കെ? ഇല്ല ഒരു സുഖമില്ല എനിക്ക്. മുതുക്ക സുഖമുണ്ട്